സിദ്ദിഖ് എന്ന് പറഞ്ഞ മലയാളികൾക്ക് എപ്പോഴും ഹ്യൂമർ റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് കുറച്ചുകൂടെ വില്ലൻ വേഷങ്ങളിൽ, വില്ലൻ എന്ന ലെവലിലോട്ടൊക്കെ വന്നത്. ഈ സിനിമയിലും നമുക്ക് മലയാളികൾക്ക് പ്രതീക്ഷിക്കാൻ ഒരു ഹ്യൂമർ എലമെന്റ് ഉള്ള ഒരു കഥാപാത്രമാണോ? താങ്കളുടെ പേരെന്താ? എന്റെ പേര് നിബിൻ. നിബിൻ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കണം കേട്ടോ. ഞാൻ ഹ്യൂമറായിട്ട് പറഞ്ഞ കണക്കാണ്, സീരിയസ് ആയിട്ട് പറഞ്ഞ മറ്റുള്ളവരും ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കൊടുക്കണേ. ആ മൈക്ക് കുറച്ച് നേരത്തേക്ക് മറ്റുള്ളവരുടെ ഒന്ന് കൈമാറിക്കും, അല്ലെങ്കിൽ എന്താ അറിയാമോ, വേറെ അവർക്കൊക്കെ ചോദിക്കണമെന്നുണ്ടാവും. ഓക്കെ, എല്ലാരോടുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ. അല്ലല്ല, ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. ഈ ഹ്യൂമറെന്നോ വില്ലനെന്നൊക്കെ പുറത്ത് കാണുന്ന പ്രേക്ഷകരാണ് ഇതൊക്കെ തീരുമാനിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർക്ക് കിട്ടുന്ന കഥാപാത്രം എന്ന് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ചിലർ ചോദിക്കും ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. വില്ലെന്നൊന്നുമില്ല, നമ്മൾ വിചാരം നമ്മളാണ് നായകൻ എന്നാണ്. അപ്പുറത്തൊരാൾ നിൽക്കണ്ടാവും, ചിലപ്പോൾ അയാളായിരിക്കും നായകൻ. ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ ആക്ടറും ശ്രദ്ധിക്കുന്നത്. അല്ലാതെ ഞാനിതിനകത്ത് ഹ്യൂമറാണ്, ഞാനിതിനകത്ത് വില്ലനാണ്, ഞാൻ നായകനാണ്, അങ്ങനെ ആരും ചിന്തിക്കാറില്ല. ആ സമയത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും. ആ സിനിമയുടെ സക്സസിനും ഫെയിലിയറും ഒക്കെ ആ ആക്ടറെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് നമ്മൾ കിട്ടുന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക. കഥാപാത്രം ഹ്യൂമറാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഹ്യൂമർ ചെയ്യുക, അതോ നെഗറ്റിവിറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളതെന്നല്ലാതെ ഞങ്ങളങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരോടുമായിട്ടൊരു ക്വസ്റ്റ്യൻ. സിനിമ ഭയങ്കര ഫണ്ണാണ്, കോമഡിയാണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട്